ഹായ് കൂട്ടുകാരെ, കുട്ടി മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ശക്തിയെ ബുദ്ധി കൊണ്ട് നേരിട്ട പാവം കാക്കയുടെയും ദുഷ്ടനായ പാമ്പിന്റെയും കഥ കേട്ടാലോ? ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഇന്നത്തെ കാര്യം കുശാലായി. വാ കഥ കേൾക്കാം. പണ്ടൊരിടത്ത് അങ്ങ് ദൂരെ പഞ്ചവർണ്ണക്കാട്ടിൽ ഒരു വലിയ ആൽമരത്തിനു മുകളിൽ പപ്പക്കാക്കയായ കുട്ടുവും അമ്മക്കാക്കയായ തങ്കയും താമസിച്ചു വരികയായിരുന്നു. ചുള്ളിക്കമ്പുകളും മനോഹരമായ തൂവലുകളും ശേഖരിച്ച് ഭംഗിയുള്ള ഒരു കൂടവർ ഉണ്ടാക്കി. ഈ കൂടെ നമ്മുടെ കുട്ടികൾക്ക് വളരാൻ പറ്റിയതായില്ലേ? അതേ തങ്കി, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതിന് ഫലം കണ്ടു. താമസിക്കാതെ തങ്കിയമ്മ 3 മനോഹരമായ മുട്ടകൾ ഇട്ടു. കുട്ടുവും തങ്കിയും സന്തോഷത്തോടെ തങ്ങളുടെ കുഞ്ഞുങ്ങളെ വരവേൽക്കാൻ തയ്യാറായി. നമ്മുടെ കുട്ടികൾ അവരുടെ അമ്മയെ പോലെ തന്നെ സുന്ദരികളായിരിക്കും. അവരുടെ അച്ഛനെ പോലെ തന്നെ ബുദ്ധിമാനുമായിരിക്കും. നോക്ക് തങ്കി, മുട്ടകൾ പപ്പ എന്ന് വിളിക്കുന്നു. എന്നാൽ ആ വലിയ മരത്തിന്റെ ചുവട്ടിൽ ഒരു വലിയ പൊത്തിൽ ദുഷ്ടനായ ഒരു മൂർഖൻ പാമ്പ് താമസിച്ചിരുന്നു. നല്ല മുട്ടയുടെ മണം. എനിക്ക് നാളേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ ഭക്ഷണം തേടി അവർ പുറത്തേക്ക് പോയി. വയലുകളിലൂടെ പറന്ന് നീങ്ങുമ്പോൾ അവരറിഞ്ഞില്ല തങ്ങളുടെ കൂടെ അപകടത്തിലാണെന്ന്. രണ്ടും പുറത്തുപോയി. ഇത് തന്നെ പറ്റിയ സമയം. ദുഷ്ടനായ പാമ്പ് ഇഴഞ്ഞിഴഞ്ഞ് മരത്തിനു മുകളിലുള്ള കൂടിനടുത്തേക്ക് നീങ്ങി. കൂടിനടുത്തെത്തിയ അവൻ ഓരോരോ മുട്ടകളായി ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി. പാവം കാക്കകൾ. എന്തൊരു ടേസ്റ്റ്! നല്ല ചൂടൻ കാക്കമുട്ടകൾ. തിരികെ കൂട്ടിലെത്തിയ തങ്കി ഞെട്ടിപ്പോയി. മുട്ടകൾ കാണാനില്ല. എന്തു പറ്റി തങ്കി? എന്തിനാ നീ കരയുന്നത്? നമ്മുടെ ഒരു മുട്ട പോലും ബാക്കിയില്ല, എല്ലാം പോയി. ഇത് അവൻ തന്നെ, ആ ദുഷ്ടൻ പാമ്പിന്റെ പണിയാ. ഇത് 3ാമത്തെ തവണയാ. ഓരോ തവണ മുട്ടയിടുമ്പോഴും ഇതെങ്കിലും കിട്ടുമെന്ന് കരുതും. അവൻ നമ്മളെക്കാൾ ശക്തനാ. നമ്മളെ കൊണ്ട് അവനെ നേരിടാൻ കഴിയില്ല. എനിക്ക് പേടിയാവുന്നു പപ്പ. ഷടാ, ഈ പാമ്പിനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. എത്രയെന്ന് വെച്ചാ സഹിക്കുന്നു. ഇനി ഒരു മുട്ട കൂടി നഷ്ടപ്പെടുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ ഹൃദയം തകർന്നു പോകുന്നു പപ്പ. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതെങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം. ശക്തി കൊണ്ട് അവനെ ജയിക്കാൻ പറ്റില്ല. എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ചേ അത് പറ്റൂ. പെട്ടെന്ന് അവന് തന്നെ പറ്റിച്ച ബുദ്ധിമാനായ കിട്ടുക്കുറുക്കനെ കുറിച്ച് ഓർമ്മ വന്നു. പണ്ടൊരിക്കൽ തീറ്റ തേടി ഇറങ്ങിയ പപ്പക്കാക്കയ്ക്ക് ഗ്രാമത്തിലെ ഒരു വീട്ടിലെ അടുക്കളയിൽ നിന്ന് സ്വാദിഷ്ടമായ ഒരപ്പം കിട്ടി. ഇന്നത്തെ കാര്യം കുശാലായി. എത്ര നാളായി ഇത്രയും സ്വാദിഷ്ടമായ അപ്പം കഴിച്ചിട്ട്. എവിടെയെങ്കിലും പോയിരുന്നു സ്വസ്ഥമായി കഴിക്കാം. ഇങ്ങനെ അവൻ അപ്പവും കൊണ്ട് പറന്നു പോകുന്നത് കിട്ടുക്കുറുക്കൻ കണ്ടു. അപ്പം! അയ്യോ, കൊതി വരുന്നേ. എന്തെങ്കിലും ബുദ്ധി ഉപയോഗിച്ചത് കൈക്കലാക്കണം. ഹേയ് പപ്പ, നിന്റെ പാട്ടൊരു വാനമ്പാടിയെ പോലെയാണെന്ന് ഇവിടെ എല്ലാവരും പറയുന്നത് കേട്ടു. നിനക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ആ മധുരമുള്ള ശബ്ദത്തിൽ എനിക്ക് കൂടി ഒരു പാട്ടുപാടി തരാമോ? 2 വരി മതി, കേൾക്കാനുള്ള കൊതി കൊണ്ടാ.
പാടാം. ക്രോ ക്രോ. ആഹാ, എത്ര സംഗീതാത്മകം. പാട്ടും കൊള്ളാം, അപ്പവും കൊള്ളാം. താങ്ക് യു. അപ്പം പോയേ. അന്ന് കിട്ടു പപ്പയെ പറ്റിച്ചെങ്കിലും അവന്റെ സഹായം തേടാമെന്ന് അവർ തീരുമാനിച്ചു. തന്ത്രശാലിയായ അവനോട് പാമ്പിനെ തുരത്താനുള്ള എന്തെങ്കിലും സൂത്രം ചോദിക്കാം. എന്നാ പെട്ടെന്ന് പോയി ചോദിക്കാം. അങ്ങനെ കുട്ടുവും തങ്കിയും ചെറിയ പേടിയോടെയും ഒരുപാട് പ്രതീക്ഷയോടെയും കിട്ടുക്കുറുക്കന്റെ വീട് അന്വേഷിച്ച് മലനിരകൾക്കു മുകളിലൂടെ പറന്നു. പപ്പ, കിട്ടുവിന്റെ വീട് ഈ മലയുടെ താഴ്വരയിലാണെന്നല്ലേ പറഞ്ഞത്? ആ, അവിടെ ഒരു വലിയ മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലാണ് അവന്റെ താമസം. അങ്ങനെ താഴ്വാരത്തിലുള്ള കിട്ടുവിന്റെ മാളത്തിലവർ എത്തി. ഹേ ബുദ്ധിശാലി കിട്ടു, നീ ഇവിടെ ഉണ്ടോ? മനുഷ്യനൊന്ന് ഉറങ്ങാൻ തുടങ്ങുമ്പോ ഓരോരുത്തന്മാര് കേറി വരും ശല്യം ചെയ്യാൻ. ഞങ്ങള് വന്നത് നിനക്ക് ബുദ്ധിമുട്ടായോ? ഹേയ്, എന്റെ ഉറക്കം കുറച്ച് പോയെന്നേ ഉള്ളൂ. നിങ്ങൾ വന്ന കാര്യം പറ. കിട്ടു, ഞങ്ങളുടെ മരത്തിന് താഴെ ഒരു മൂർഖൻ പാമ്പ് താമസിക്കുന്നുണ്ട്. ഞങ്ങളുടെ മുട്ടകളെല്ലാം അവൻ എടുത്തുകൊണ്ട് പോയി കഴിക്കുക. പല തരത്തിലുള്ള ശബ്ദം വെച്ചും ഞങ്ങൾ അവനെ ഓടിക്കാൻ നോക്കി. ഒരു കാര്യവും ഉണ്ടായില്ല. അപ്പൊ പാമ്പാണ് പ്രശ്നം. ശരിയാക്കി തരാം, വഴിയുണ്ട്. ഇനി എന്ത് ചെയ്യും കിട്ടൂ? ഞാനൊരു സൂത്രം പറഞ്ഞു തരാം, പക്ഷെ ശ്രദ്ധിച്ച് ചെയ്യണം, ഇല്ലെങ്കിൽ അപകടവാ. ഞങ്ങൾ 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 എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. അങ്ങനെ കിട്ടു അവർക്കൊരു സൂത്രം ഉപദേശിച്ചു കൊടുത്തു. ശ്രദ്ധയോടെ അവരത് കേട്ടു. മനസ്സിലായി, അങ്ങനെ ചെയ്യാം. ഇതൊരു ഗംഭീര പ്ലാൻ തന്നെ. അപ്പൊ പറഞ്ഞതുപോലെ തന്നെ പോയി ചെയ്തോ. എന്ത് സംഭവിച്ചാലും ചെയ്തേ പറ്റൂ. അടുത്ത കുഞ്ഞുങ്ങളെങ്കിലും രക്ഷിക്കണം. നിങ്ങളെ കൊണ്ട് പറ്റുമെന്നേ, ധൈര്യമായിട്ട് പോയിക്കോ. ഞങ്ങൾ റെഡി, പോയിട്ട് വരട്ടെ കേട്ടു. അങ്ങനെ കിട്ടുവിനോട് യാത്ര പറഞ്ഞ് പുതിയ പദ്ധതിയും പ്രതീക്ഷകളുമായി പപ്പയും അമ്മയും കൂടി തിരിച്ചു കൂട്ടിലേക്ക് പറന്നു. അടുത്ത ദിവസം രാജകൊട്ടാരത്തിലെ താമരപ്പൊയ്കയിൽ രാജ്ഞിയും തോഴിമാരും കുളിക്കാനായി എത്തി. രാജ്ഞിയുടെ തിളങ്ങുന്ന മാലകളും ആഭരണങ്ങളും ഒന്നൊന്നായി അവർ അഴിച്ചു വയ്ക്കാൻ തുടങ്ങി. ഹേയ് പ്രിയ തോഴി, ഇന്ന് നിറയെ താമരപ്പൂക്കൾ വിരിഞ്ഞിരിക്കുന്നല്ലോ. എനിക്കിത് കണ്ടിട്ട് വളരെ സന്തോഷം തോന്നുന്നു. ശരിയാണ്. ആട്ടെ, കുമാരിയുടെ പവിഴമാല ഞാനിവിടെ വെച്ചോട്ടെ? ശരി ശരി, നീ അത് ശ്രദ്ധിച്ചു വെക്കണേ. എന്റെ അമ്മുമ്മ എനിക്ക് സമ്മാനമായി തന്ന മാലയാണത്. ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ട് പപ്പക്കാക്ക കൊട്ടാരത്തിനടുത്തുള്ള ഒരു മരത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. കിട്ടു പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ സമയമായി. ഉഷ്! പപ്പക്കാക്ക പറന്ന് ചെന്ന് രാജകുമാരിയുടെ പവിഴമാലയും കൊത്തിയെടുത്തുകൊണ്ട് മുകളിലേക്ക് പറന്നു. എന്റെ മാല! ഭടന്മാരെ, പിടിക്കാ കള്ളക്കാക്കയെ! പിടിക്കടാ അവനെ! രാജ്ഞിയുടെ മാലയും കൊണ്ടാണ് അവൻ പറക്കുന്നത്. പപ്പക്കാക്ക മാലയും കൊണ്ട് കൊട്ടാരത്തിന് മുകളിലൂടെ പുറത്തേക്ക് പറന്നു. ഭടന്മാർ പിന്നാലെ പാഞ്ഞു. എടാ അഹങ്കാരിക്കാക്കേ, മര്യാദയ്ക്ക് മാല തന്നിട്ട് പോടാ. രാജഭടന്മാർക്ക് തന്നെ കാണത്തക്ക വിധം തന്നെ പപ്പക്കാക്ക കാട്ടിലൂടെ പറന്നു. അങ്ങനെ പറന്ന് പറന്ന് ആൽമരത്തിന് ചുവട്ടിലെത്തി. അവിടെ പാമ്പിന്റെ പൊത്തിൽ പവിഴമാല കൊണ്ടിട്ടു. ആ മരത്തിന് താഴെ മാല കൊണ്ടിട്ടു. ഇതൊരു പാമ്പിന്റെ പൊത്താ. രാജകുമാരിയുടെ മാലയാ, പൊളിച്ചടുക്കടാ ഈ പൊത്ത്. ആരാടാ എന്നെ ശല്യം ചെയ്യാൻ വന്നേക്കുന്നത്? ഇതൊരു വലിയ മൂർഖനാ, അടിച്ചു കൊല്ലടാ ഇവൻ കൊത്തുന്നതിന്. ചീറ്റിക്കൊണ്ടവൻ ഭടന്മാർക്ക് നേരെ തിരിഞ്ഞു.
രാജഭടന്മാർ അവരുടെ ആയുധങ്ങൾ ഉപയോഗിച്ചു പാമ്പിനെ തലങ്ങും വിലങ്ങും അടിച്ചു വീഴ്ത്തി. കുമാരിയുടെ മാല ഇതാ. ഭാഗ്യം, ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ കിട്ടുവിന്റെ സൂത്രം വിജയിച്ചു. ദുഷ്ടനായ പാമ്പിന്റെ കഥയും കഴിഞ്ഞു. മരത്തിനു മുകളിലിരുന്ന് പപ്പക്കാക്കയും അമ്മക്കാക്കയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. പപ്പ, നമ്മൾ രക്ഷപ്പെട്ടു. എനിക്ക് സമാധാനമായി. ഇനി സമാധാനത്തോടെ നമുക്ക് ഈ കൂട്ടിൽ ജീവിക്കാം. കിട്ടുവാളൊരു ബുദ്ധിമാൻ തന്നെ. ഇനി നമ്മുടെ കുട്ടികളെ സുഖമായി വളർത്താം പപ്പ. അതെ അതെ, അവർക്കിനി പേടിയില്ലാതെ ഇവിടെ ജീവിക്കാം. അങ്ങനെ തങ്കിയമ്മ പിന്നെയും മുട്ടയിട്ടു. കാക്കക്കുഞ്ഞുങ്ങൾ ഒന്നൊന്നായി വിരിഞ്ഞു പുറത്തു വന്നു. പപ്പ, നമ്മുടെ ജീവൻ മരണ പോരാട്ടത്തിന്റെ കഥ വളരുമ്പോൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കണം. ഉറപ്പായും പ്രതിസന്ധികളിൽ ബുദ്ധി ഉപയോഗിക്കണമെന്ന് അവർ എപ്പോഴും ഓർക്കണം. ഈ കഥയുടെ ഗുണപാഠം എന്തെന്നോ? പ്രശ്നങ്ങളെ കണ്ട് ഒളിച്ചോടുകയല്ല വേണ്ടത്. ധൈര്യപൂർവ്വം അവയെ നേരിടണം. കഥ ഇഷ്ടമായോ കൂട്ടുകാരെ? ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ.